Hi students, welcome back. മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന +2 ഫിസിക്സ് NCERT എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 4.5 ആണ് കേട്ടോ. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഓൺ എ വയർ ക്യാരിയിങ് എ കറണ്ട് ഓഫ് 8 ആംപിയർ ആൻഡ് മേക്കിംഗ് an angle of 30 degree with the direction of a uniform magnetic field of 0.15 ടെസ്ല. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഏതാ ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായ? ഏതാണ്? മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തരായിട്ട് അവസാനം വരെ കാണാം. അതുപോലെ NCERT ലെവൽ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ NCERT എക്സസൈസ് ഈസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ കേട്ടോ. ഓക്കെ മക്കൾ, അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങളൊന്ന് എഴുതിയേക്കാം. ഗിവൺ ദാറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ട് എപ്പോഴും ചെയ്യട്ടോ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ എടുത്ത് എഴുതാം. തൊട്ടുമ്പത് വീഡിയോസൊക്കെ കാണാത്തവർ നിർബന്ധമായിട്ട് അത് കാണും കേട്ടോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ മാഗ്നറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ കറണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. കറണ്ട് ഐ ആണല്ലോ. I = 8 ആംപിയർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തരുന്നുണ്ട്. പിന്നെ തന്ന കാര്യം എന്താണ്? ഓക്കെ, ഈവൻ മാഗ്നറ്റിക് ഫീൽഡ്, ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെച്ചിരിക്കുന്ന ആംഗിൾ തന്നിട്ടുണ്ട്. എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി ആംഗിളിലാണ് അത് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, മേക്കിംഗ് ആൻ ആംഗിൾ. അപ്പോൾ θ = 30 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിത്ത് ദ ഡയറക്ഷൻ ഓഫ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ, ഓഫ് 0.5 ടെസ്ലയാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്. 0.15 ടെസ്ല. ഓക്കെ, എന്നിട്ട് ചോദിച്ചത് എന്താണ്? മാഗ്നറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ദറ്റ് ഈസ് F/L ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നോട്ട് മാഗ്നറ്റിക് ഫോഴ്സ്. അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് ആകുമ്പോൾ ലെങ്ത്ത് 1 മീറ്റർ ആയിട്ട് എടുക്കണം. അപ്പോൾ വി ഹാവ് വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിങ് വെൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. F = നമ്മൾ മൂവിങ് ചാർജസിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെയാണ് ക്വസ്റ്റ്യൻ. F = ILB sin θ. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ ഇതാണ്. അങ്ങനെയാണ് ഫ്രം ദിസ് ഇക്വേഷൻ വാട്ട് ഈസ് F/L എന്താ? നമുക്കതല്ലേ കണ്ടുപിടിക്കേണ്ടത്. F/L നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്ത് ഡൗട്ട് ഉണ്ട് ചോദിച്ചാൽ മതി മക്കളെ. F/L = ആര് വരൂടാ? IB sin θ എന്ന് വരും. ഇനി നമ്മുടെ വാല്യൂസ് ഒക്കെ കൊടുക്കുക. ഈ ഭാഗം ഒന്ന് റബ്ബ് ചെയ്യുക. അതിൻ്റെ വാല്യൂ 8 ആംപിയർ എന്ന് ഓർമ്മിച്ചേക്കണം. ഓക്കെ, അപ്പോൾ F/L = ILB. ഓക്കെ, IB അല്ലെ, ILB അല്ല, IB. I എത്രയാണ്? 8 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, B എത്രയാണ്? 0.15. 0.15 എന്ന് പറഞ്ഞാൽ ഡെസിമലിൻ്റെ മാക്സിമം ഞാൻ ഒഴിവാക്കാറുണ്ട്. ദാറ്റ് ഈസ് 15 × 10⁻². ദെൻ സൈൻ തീറ്റൻ്റെ വാല്യൂ എത്രയാണ്? 30 ഡിഗ്രി. ദാറ്റ് മീൻസ് എത്രയാണ് വരിക? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. ആ ഇക്വേഷൻ അറിയുന്ന കുട്ടിക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കാം മാക്സിമം സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അതിനെ കറക്റ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണേ. ഈ 8ഉം 2 ഒന്നും കട്ട് ചെയ്താൽ ഇവിടെ 4 എന്ന് കിട്ടും. 4 × 15 എന്ന് പറഞ്ഞാൽ അത് 60 ആണ്. 60 × 10⁻² എന്നുണ്ടാകും. 60 × 10⁻² എന്ന് പറഞ്ഞാൽ എന്താ? 6 × 10⁻1 അല്ലെങ്കിൽ 0.6 അല്ലേ, 0.6 Nm/m എന്നാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണെന്നോ ഇല്ലെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ. അപ്പോൾ ഇതായിരുന്നു എക്സസൈസ് 4.5 ഓഫ് +2 ഫിസിക്സ്. ഓക്കെ, നെക്സ്റ്റ് സെഷൻ നമുക്ക് 4.6 ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബാക്കിയുള്ള വീഡിയോസ് കാണാൻ നിർബന്ധമായിട്ട് കാണാം. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ വൈസ് കോൺസെപ്റ്റ്, ഇമ്പോർട്ടൻ്റ് എല്ലാം പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കണേ. ഓക്കെ, നെക്സ്റ്റ് സെഷനിൽ അത് പറഞ്ഞ പോലെ 4.6 വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.